ആയിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഈ ബിസ്ക്കറ്റ് നമുക്ക് റെഡി ആക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഓവനൊന്നും ആവശ്യമൊന്നുമില്ല. ബിസ്ക്കറ്റ് നമ്മൾ ഫ്രൈ ചെയ്തിട്ടാണ് എടുക്കുന്നത്. ഓവനിൽ വെച്ചിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും, പക്ഷേ ഞാൻ ഓവനിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ആ കറക്റ്റ് ടെമ്പറേച്ചറൊന്നും എനിക്കറിയില്ല. അപ്പോൾ നിങ്ങൾ സാധാരണ ബിസ്ക്കറ്റ് ഉണ്ടാക്കുന്ന പോലെ ചെയ്താൽ മതി. പിന്നെ അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ വേണ്ടിയിട്ട് മറക്കരുത്. പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം റേഷനരി കൊണ്ടുള്ള ഫ്രൈഡ് റൈസിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ കുറച്ച് പേരൊക്കെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. പിന്നെ ഇത് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ചിലവർക്ക് മറ്റേ വെള്ളരിയാണ് കിട്ടിയേക്കുന്നത്. അപ്പോൾ വെള്ളരി വെച്ചിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. വെള്ളരി വെച്ചിട്ടും ഇതേപോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. പക്ഷേ വെള്ളരിക്ക് വേവ് കുറവായിരിക്കുമല്ലോ, അത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. പക്ഷെ ഞാനും വെള്ളരി വെച്ചിട്ട് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല, പക്ഷേ ഇതേപോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നത് വിചാരിക്കണം. ഇവിടെ ഞങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കണം. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാണ്ട് തന്നെ നമ്മുടെ ബിസ്ക്കറ്റ് നമുക്ക് റെഡിയാക്കിയിട്ട് എടുക്കാം. ഇനി നമുക്കിത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി, 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ പൊടി കുറുക്കിയിട്ട് എടുക്കില്ല, അതേപോലെ കുറുക്കിയിട്ട് എടുക്കും. കാരണം ഇത് അരിപ്പൊടിയാണല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ പശിമ ഭയങ്കര കുറവായിരിക്കും. മൈദപ്പൊടിയൊക്കെ വെച്ചെടുക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല പശിമ ഉണ്ടാവില്ല. അപ്പോൾ അരിപ്പൊടിക്ക് പശിമ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ നോക്കിയേ ടേബിൾ സ്പൂണിൽ 1 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. ഒട്ടും കൂടുതൽ ചേർക്കണ്ട. ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ചേർക്കുക. അല്ലെങ്കിൽ നിങ്ങൾ ചായ കുടിക്കാൻ എടുക്കുന്ന ഗ്ലാസ് ഉണ്ടല്ലോ, ആ ഗ്ലാസ്സിൽ 1/2 ഗ്ലാസ് വെള്ളം ചേർക്കുക. അരിപ്പൊടി ഇതിനകത്ത് നന്നായിട്ട് മിക്സ് ആവട്ടെ. ഇനി ഇത് നമുക്ക് നന്നായിട്ട് കുറുക്കിയിട്ട് എടുക്കാം. നന്നായിട്ട് കുറുകിയിട്ട് വെള്ളം നന്നായിട്ട് വറ്റി ഈ പാത്രത്തിൽ നിന്ന് ഇങ്ങനെ വിട്ടു പോരണം. അതേപോലെ വേണോട്ടോ കുറുക്കി എടുക്കാൻ വേണ്ടിയിട്ട്. ഒട്ടും വെള്ളം ഇല്ലാണ്ട് കുറുക്കിയിട്ട് എടുക്കാം. അപ്പോൾ അത് കുറുകി തുടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ കുറുകി തുടങ്ങുമ്പോൾ തീ ഒന്ന് കുറച്ച് വെച്ചോട്ടോ. ഇതേപോലെ ഇങ്ങനെ ആകുമ്പോൾ തീ ഓഫ് ചെയ്യരുത് കേട്ടോ. ഇതിപ്പോൾ വെള്ളം പോലെ ഇരിക്കുന്നത്. ഇത് നന്നായിട്ട് ഇങ്ങനെ തിക്കായിട്ട് വരും, നന്നായിട്ട് ഡ്രൈ ആയിട്ട് അതേപോലെ വരണം. ഇപ്പോൾ ഇത് നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇതേപോലെ ഇങ്ങനെ നല്ല തിക്കായിട്ട് വരണം കേട്ടോ. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി ഇത് ചൂടാറി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇരുന്നിട്ട് ഒന്നുകൂടി നല്ല തിക്കായിട്ട് വരും. അപ്പോൾ ഇനി ഇത് നമുക്ക് ചൂടാറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി കുറുക്കിയെടുത്തിട്ടുണ്ടായിരുന്നില്ലേ, അത് നോക്കിയേ നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. ഇനി നമ്മൾ മിക്സിങ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ഞാനിവിടെ 250 ml മെഷറിംഗ് കപ്പിൽ 1 കപ്പ് അരിപ്പൊടിയാണ് എടുത്തേക്കുന്നത്. അത് വറുത്ത അരിപ്പൊടിയോ വറുക്കാത്ത അരിപ്പൊടിയോ ഏത് ടൈപ്പ് അരിപ്പൊടി ആയിരുന്നാലും കുഴപ്പമില്ല. നമ്മൾ പത്തരി ഉണ്ടാക്കണത് അല്ലെങ്കിൽ നൂലപ്പം ഉണ്ടാക്കണത് പുട്ടുണ്ടാക്കണ അരിപ്പൊടിയൊക്കെ ഉണ്ടല്ലോ, ഏത് അരിപ്പൊടി വേണമെങ്കിലും എടുക്കുക. അപ്പോൾ 1 കപ്പ് അരിപ്പൊടി ചേർക്കുക. ഇനിയിപ്പോൾ നിങ്ങളുടെ അടുത്ത് മെഷറിംഗ് കപ്പ് ഇല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചായ കുടിക്കാൻ എടുക്കുന്ന കപ്പിൽ 1 കപ്പ് അരിപ്പൊടി ഇടുക. ഇനി ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാരയാണ് ചേർക്കുന്നത്. പഞ്ചസാര ഞാനിവിടെ പൊടിച്ചെടുത്തേക്കണ പഞ്ചസാരയാണ് ചേർക്കുന്നത്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർക്കുക. ടീസ്പൂണിലാണ് ചേർത്തേക്കുന്നത്, ടേബിൾ സ്പൂണിലല്ല. ടീസ്പൂൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ സ്പൂൺ ഉണ്ടല്ലോ, ആ സ്പൂണിൽ. ഇത് ഈ വലിയ സ്പൂൺ ഉണ്ടല്ലോ, ഈ സ്പൂണാണ് ടേബിൾ സ്പൂണ്. അതിലും കുറച്ചുകൂടി ചെറിയ സ്പൂൺ ഉണ്ടാവില്ലേ, ഇതാണ് കേട്ടോ ടീസ്പൂണ്. അപ്പോൾ ഇതിനകത്താണ് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ എടുത്തേക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് മെഷറിംഗ് സ്പൂൺ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെഷറിംഗ് സ്പൂണിൽ തന്നെ എടുക്കുക. അപ്പോൾ നമുക്ക് കറക്റ്റ് അളവ് കിട്ടുമല്ലോ. ഇനി ഇതിലേക്ക് 2 നുള്ള ഉപ്പ് ചേർക്കുക. ഇതിലേക്ക് ഞാനിവിടെ ടേസ്റ്റിന് വേണ്ടിയിട്ട് ഏലക്കായ പൊടിച്ചതാണ് ചേർക്കുന്നത്. ഏലക്കായ പൊടിച്ചത് 1/2 ടീസ്പൂണാണ് ചേർക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ഏലക്കായയുടെ ഫ്ലേവർ വേണ്ട, വാനില എസൻസിൻ്റെ ഫ്ലേവർ മതി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാനില എസൻസ് ചേർക്കുക. അല്ലെങ്കിൽ ഇപ്പോൾ വേറെ ഏതിൻ്റെ ഫ്ലേവർ ആയിരുന്നാലും കുഴപ്പമില്ല കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് പൈനാപ്പിളിൻ്റെ ഫ്ലേവറാണ് ഇഷ്ടമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൈനാപ്പിൾ ഫ്ലേവർ ചേർക്കുക. അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള ഫ്ലേവറുള്ള എസൻസ് ചേർക്കാം, അല്ലെങ്കിൽ ഏലക്കായ ചേർക്കാം. ഇനി നമുക്ക് ഇതെല്ലാം കൂടിയിട്ട് ഫസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാം. ഞാൻ ഫസ്റ്റ് 1/2 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. ഇത് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നത് 1 കപ്പിൽ ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല. പക്ഷേ 1/2 കപ്പിൽ ഞാൻ ട്രൈ ചെയ്ത് നോക്കിയപ്പോഴും കുറേശ്ശെ ഞാനിങ്ങനെ വേറെ ഇങ്ങനെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് കറക്റ്റ് അളവ് ഞാനൊരു ഏകദേശം അളവാണ് എടുക്കുന്നത്. ലാസ്റ്റ് ഞാൻ അതിനകത്ത് എന്തെങ്കിലും വ്യത്യാസം വരുത്തുന്നുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് പറയട്ടോ. കാരണം ഞാൻ ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ സാധനങ്ങൾ ഇപ്പോൾ നമ്മുടെ അടുത്ത് കൂടുതലില്ലല്ലോ, വേസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് സാധനങ്ങളില്ലല്ലോ. അപ്പോൾ ഇതെല്ലാനും ഇതിനകത്ത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് 2 മുട്ടയാണ് ചേർക്കുന്നത്. പിന്നെ നമ്മൾ കുറുക്കി വെച്ചേക്കുന്ന അരിപ്പൊടി ഉണ്ടല്ലോ, അതും കൂടിയിട്ട് ചേർക്കാം. അത് 1 ടേബിൾ സ്പൂൺ പൊടി എടുത്തിട്ട് മാത്രം കുറിക്കാൻ മതി, കൂടുതൽ കുറുക്കി ചേർക്കരുത്.
അത് ഫുള്ളായിട്ട് നമുക്ക് ഇതിലേക്ക് ചേർക്കാം. അത് ഏകദേശം നമ്മൾ കുറുക്കിയെടുത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു 1.5 ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് ഉണ്ടാവുള്ളൂ കേട്ടോ. ഇതിലേക്ക് നമുക്ക് ഓയിൽ ചേർക്കാം. ബട്ടർ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബട്ടർ ചേർക്കാം. ബട്ടർ ചേർത്താണെങ്കിൽ കുറച്ചും കൂടി നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇപ്പോൾ എല്ലാവർക്കും വീട്ടിൽ ബട്ടർ ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഞാൻ ഇതിലേക്ക് വെജിറ്റബിൾ ഓയിലാണ് ചേർക്കുന്നത്. വെജിറ്റബിൾ ഓയിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന സൺഫ്ലവർ ഓയിൽ ഉണ്ടല്ലോ, ആ ഓയിൽ ചേർക്കാം. ഇനിയിപ്പോൾ ഒറ്റ ഓയിലും ഇല്ലയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെളിച്ചെണ്ണ ചേർത്താലും കുഴപ്പമില്ല. അപ്പോൾ ഓയിൽ ചേർക്കട്ടെ. ഓയിൽ ഞാനിതിലേക്ക് 4 ടേബിൾ സ്പൂണാണ് ചേർക്കുന്നത്. ഇതിനകത്ത് എന്തെങ്കിലും മാറ്റം വരുത്തുന്നുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറയാം കേട്ടോ. ടേബിൾ സ്പൂണിൽ 4 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഞാൻ 1/2 കപ്പ് അരിപ്പൊടി എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ എക്സ്ട്രാ 3 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിപ്പോൾ നമ്മുടെ മാവ് ലൂസായിട്ടാണ് ഇരിക്കുന്നത്. ഞാൻ നമുക്കൊരു 6 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടിയിട്ട് എക്സ്ട്രാ ചേർക്കണം. അത് കഴിഞ്ഞിട്ട് നോക്കട്ടെ. എക്സ്ട്രാ 6 ടേബിൾ സ്പൂൺ ചേർക്കാം. അപ്പോൾ ഞാൻ 1/2 കപ്പിൽ ചെയ്ത് കഴിഞ്ഞപ്പോൾ 3 ടേബിൾ സ്പൂണാണ് ചേർത്തിട്ടുണ്ടായിരുന്നത്. മാവ് കുറച്ചൊന്ന് ടൈറ്റായിട്ട് വരണം. എന്നാൽ നമ്മൾ ഭയങ്കര ടൈറ്റായിട്ട് വരരുത്. നമ്മൾ ചപ്പാത്തിക്ക് കുഴച്ചിട്ടില്ല, അതിനേക്കാളും കുറച്ച് ലൂസായിട്ട് ഇരിക്കണം. ഇതിൻ്റെ മിക്സിങ് നോക്കട്ടെ കേട്ടോ. അപ്പോൾ ഞാൻ കൈമ കുറച്ച് ഓയിലൊന്ന് തൂത്ത് കൊടുക്കുന്നുണ്ട്. സാധാരണ നമ്മൾ ഇതിലേക്ക് ഒഴിച്ചിരുന്ന ഓയിലുണ്ടല്ലോ, ആ ഓയിലാണ് കൈമ ഒന്ന് തൂത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൽ നിന്ന് ഒരു ചെറിയ ഉരുളെടുത്തിട്ട് ഇതങ്ങനെ ഉരുട്ടി നോട്ടെ. കൈമ ഓയിൽ തൂത്തിട്ട് വേണോട്ടോ ഇങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഇതേപോലെ ഇങ്ങനെ പതുക്കെ ഒന്ന് പരത്തി കൊടുക്കുക. ഭയങ്കര കനം കുറച്ച് പരത്തരുത്. ഇതേപോലെ ഇങ്ങനെ പരത്താം. ഇത് നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. കൈമ ഓയിൽ കുറച്ച് തൂത്ത് കൊടുക്കണം. എങ്ങാനും നമ്മുടെ കൈമ ഭയങ്കരമായിട്ട് ഒട്ടി പിടിക്കുന്നുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതനുസരിച്ചിട്ട് അരിപ്പൊടി ചേർത്ത് കൊടുക്കുക. പക്ഷേ ഭയങ്കര ടൈറ്റായിട്ട് എടുക്കരുത് മാവ്. ഇനി നമുക്ക് അതിന് ഷേപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ട് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ നമുക്ക് ഫ്രൈ ചെയ്തിട്ട് എടുക്കുക. അല്ലെങ്കിൽ ഷേപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഫോർക്ക് എടുത്തിട്ടുണ്ട്. ഈ ഫോർക്ക് ഞാൻ ഫസ്റ്റ് ഓയിലൊന്ന് മുക്കിയിട്ടാണ് ഇങ്ങനെ വെക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഇങ്ങനെ തീരെ ഒട്ടി പിടിക്കില്ല. അപ്പോൾ ഓയിലൊന്ന് മുക്കട്ടെ. ഓയിലിൽ ഫോർക്കൊന്ന് മുക്കി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതേ ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് ഫോർക്കുമ്പോൾ ഒട്ടും പിടിക്കില്ല. അപ്പോൾ ഓയിലിൽ മുക്കാണ്ട് ചെയ്തിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ ഫോർക്കുമ്പോൾ പിടിക്കും. ഇതേപോലെ ഇങ്ങനെ ഷേപ്പ് ആക്കിയിട്ട് എടുക്കുക. അപ്പോൾ നമ്മുടെ കൈമ ഓയിൽ വെച്ചേക്കണത് കൊണ്ട് തന്നെ ഇതിങ്ങനെ കൈമ ഒട്ടി പിടിക്കില്ല. അല്ലെങ്കിൽ അത് കൈമ ഉറപ്പായിട്ട് ഒട്ടി പിടിക്കും കേട്ടോ. ഇതേപോലെ ഇങ്ങനെ എടുക്കുക. അപ്പോൾ എല്ലാവരും നമുക്ക് ഇതേപോലെ ഇങ്ങനെ ഷേപ്പ് ആക്കിയിട്ട് എടുക്കുക. ഈ മാവിൻ്റെ ഒരു കൺസിസ്റ്റൻസി നിങ്ങൾ കണ്ടതാണല്ലോ. ഇത് ഭയങ്കര ടൈറ്റായിട്ടല്ല കേട്ടോ ഇരിക്കുന്നത്. മാവ് കുറച്ച് ഇങ്ങനെ ലൂസായിട്ടാണ് ഇരിക്കുന്നത്. ഇതേപോലെ ഇങ്ങനെ ഇരിക്കണം. എങ്ങാനും ഭയങ്കര ലൂസായിട്ട് നിങ്ങൾക്ക് തോന്നണുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതനുസരിച്ചിട്ട് കുറച്ച് അരിപ്പൊടി ചേർത്ത് കൊടുത്തു. കാരണം നമ്മളിപ്പോൾ ഗ്ലാസ്സിലേക്കാണ് അളവ് എടുക്കണം. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ എടുക്കുന്ന മുട്ടയിൽ വലിപ്പ വ്യത്യാസമൊക്കെ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ മാവ് ഇതിലും ലൂസാവും. അപ്പോൾ അതനുസരിച്ചിട്ട് നിങ്ങൾ അരിപ്പൊടി ചേർത്ത് കൊടുക്കുക. പക്ഷേ അരിപ്പൊടി ചേർത്തിട്ട് ഭയങ്കര ടൈറ്റാക്കിയിട്ട് എടുക്കണ്ട. നമ്മളിവിടെ എല്ലാവരും ഷേപ്പ് ആക്കിയിട്ടുണ്ട്. നമുക്ക് ലാസ്റ്റ് ഒരെണ്ണോടി ഉണ്ടാക്കാനുള്ള മാവുണ്ട്. അപ്പോൾ ഓരോ പ്രാവശ്യം നിങ്ങൾ എടുക്കുമ്പോഴും കൈമ എണ്ണ തൂക്കുക. പിന്നെ ഇതേപോലെ ഇങ്ങനെ സ്പൂണും കൊണ്ട് കോരി എടുത്താൽ മതി കേട്ടോ. എന്നിട്ട് എങ്ങാനും നമ്മുടെ കൈമ എങ്ങനെ ഒട്ടി പിടിച്ചിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ആ കൈ വെച്ചിട്ട് നമ്മൾ ചെയ്യരുത് കേട്ടോ. കൈ ഒന്ന് കഴുകുക. അല്ലെങ്കിൽ കത്തി കൊണ്ട് ഇതേപോലെ ഒന്ന് എടുത്ത് മാറ്റാം. അല്ലെങ്കിൽ പിന്നെ നമ്മുടെ കൈമ ഒട്ടി പിടിച്ചുകൊണ്ടിരിക്കും. ഇപ്പോൾ നമ്മുടെ ഫ്രൈ ചെയ്തെടുക്കാനുള്ള ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഓയിൽ നന്നായിട്ട് ചൂടായി കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വയ്ക്കുക. ഇത് നമുക്ക് ഓരോന്നായിട്ട് ഇതിലേക്ക് ഇടാം. ഓയിൽ അത്യാവശ്യം നന്നായിട്ട് ചൂടായി കഴിഞ്ഞ് കഴിയുമ്പോൾ ഞാനിവിടെ ലോ ഫ്ലെയിമിലാണ് ഇടുന്നത്. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം നമ്മൾ ബിസ്ക്കറ്റൊക്കെ നമ്മൾ ബേക്ക് ചെയ്തിട്ട് എടുക്കുമ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് ബേക്ക് ചെയ്തിട്ട് എടുക്കില്ലല്ലോ. കുറച്ച് സമയം കൂടുതലെടുത്തിട്ട് നമ്മൾ ഫ്രൈ ചെയ്തിട്ട് എടുക്കുക. അപ്പോഴായിരിക്കും അതിൻ്റെ ഉള്ളിലേക്ക് ആയിരുന്നാലും നല്ല ക്രഞ്ചി ആയിട്ട് വരാം, നല്ല ടേസ്റ്റിൽ കിട്ടുക. ഭയങ്കര തീ കുറച്ചിട്ടാണ് ഇട്ടേക്കുന്നത്. എന്നാലും ഇങ്ങനെ ഓയിലിന് ചൂടുണ്ട് കണ്ട, അത്രയ്ക്ക് ആവശ്യമുള്ളൂ. ഒരു സൈഡ് തന്നെ ഇട്ട് മുരിക്കാണ്ട് ഇപ്പോഴും നമ്മൾ 2 സൈഡിൽ നിന്ന് തിരിച്ച് മറിച്ചിട്ട് മുരിച്ച് എങ്ങനെയും നമുക്കൊരു ട്രിപ്പ് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു 10 മിനിറ്റ് ഇടും. 10 മിനിറ്റിൽ കൂടുതലുണ്ടെങ്കിലേ ഉള്ളൂ.
അപ്പോൾ നമ്മുടെ 2 സൈഡും നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, തീ ഒരുപാട് കൂട്ടിയിടരുത്. ഒരു ട്രിപ്പ് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് എങ്ങനെയും നമുക്കൊരു 10 മിനിറ്റിൽ കൂടുതൽ എടുത്താലുള്ളൂ. അപ്പോൾ ഇനി നമ്മൾ ഓയിലിൽ നിന്ന് എടുക്കാൻ പോണതിന് മുമ്പ് തീ നന്നായിട്ടൊന്ന് കൂട്ടി വെച്ചിട്ട് എടുക്കുക. ഇത് വറുത്തെടുക്കുമ്പോഴായിരുന്നാലും ഒട്ടും ഓയിലൊന്നും കുടിക്കില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ട്രിപ്പും റെഡി ആയിട്ടുണ്ട്. ഇതും നമുക്ക് ഓയിലിൽ നിന്ന് എടുത്ത് മാറ്റാം. അപ്പം നമ്മുടെ അരിപ്പൊടിയും കൊണ്ടുള്ള ബിസ്ക്കറ്റ് എല്ലാവരും നമ്മൾ വറുത്തെടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ വറുത്തിട്ട് എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, തീ ഒരുപാട് കൂട്ടിയിട്ടരുത്. തീ നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് നന്നായിട്ട് മൊരിച്ചിട്ട് എടുക്കുക. അപ്പോഴായിരിക്കും അതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ശരിക്കും നന്നായിട്ട് മുരിഞ്ഞ് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ ഇത് കഴിക്കുമ്പോഴായിരുന്നാലും നന്നായിട്ട് ചൂടാറി കഴിഞ്ഞിട്ട് കഴിക്കുക. ചൂടോട് കൂടിയിട്ട് ഇരിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ അത്രയ്ക്ക് അങ്ങോട്ട് അതിൻ്റെ ആ ശരിക്കുള്ള ടെക്സ്ചർ വന്നിട്ടുണ്ടാവില്ല. നന്നായിട്ട് ചൂടാറി കഴിയുമ്പോഴായിരിക്കും കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഇത്രയ്ക്ക് മാവ് വെച്ചിട്ട് ഞാനിവിടെ ഇതേപോലത്തെ 18 ബിസ്ക്കറ്റായിട്ട് ഉണ്ടാക്കിയേക്കുന്നത്. അപ്പോൾ ഇനി ഇത് നമുക്ക് വരണമെന്ന് നോക്കാം, എങ്ങനെ ഇരിക്കും നോക്കാം. ഇതിൻ്റെ ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും, പുറത്ത് നല്ല ക്രിസ്പി ആയിട്ടിരിക്കും, ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും. അപ്പോൾ ഞാനൊന്ന് കഴിച്ച് നോട്ടെ കേട്ടോ. ശരിക്കും കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട്. പുറത്ത് ചെറുതായിട്ട് ഇങ്ങനെ ഒരു ക്രഞ്ചി പോലെയുണ്ട്, ഉള്ളിൽ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ടെക്സ്ചറാണ്. കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട്. അത്യാവശ്യം നല്ല മധുരമൊക്കെ ഉണ്ട്. പിന്നെ ആ ഏലക്കായയുടെ ഒരു ഫ്ലേവറൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ വേണ്ടിയിട്ട് മറക്കരുത്. അപ്പോൾ ഇനി നമുക്ക് നാളെ വേറൊരു പുതിയ റെസിപ്പി ആയിട്ട് വരാം കേട്ടോ. ഇതിങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഒരു 2 ആഴ്ച വരേക്കും കേടുവരാണ്ടിരിക്കും. പക്ഷേ തീ കുറച്ചിട്ടിട്ട് മുരിച്ചിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ.